സീറോ മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന പ്രാബല്യത്തിൽ വന്നിട്ടും 34 രൂപതകൾ അതനുസരിച്ചിട്ടും ഇതുവരെയും പ്രാവർത്തികമാകാത്ത, അനുസരിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ സങ്കടങ്ങൾക്കും ആശങ്കകൾക്കും സംശയങ്ങൾക്കും ഇന്ന് ഡിവൈൻ മീഡിയയോട് കൂടെ ചേർന്ന് സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ബഹുമാനപ്പെട്ട നെല്ലിശ്ശേരി അച്ഛനാണ്. അച്ഛ, നമ്മുടെ സഭ സീറോ മലബാർ സഭ അതിൻ്റെതായ തനത് പാരമ്പര്യത്തിലും ഐക്യത്തിലും ലോക പ്രശസ്തി ആർജിച്ചതും സീറോ മലബാർ സഭയുടെ ഏതൊരു വ്യക്തിക്കും അഭിമാനവുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലായതു മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും പ്രത്യേകിച്ച് വൈദികർ മാത്രം ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ വൈദികരുടെ ഉദ്ദേശശുദ്ധി അച്ഛൻ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? ഇത് യഥാർത്ഥ വൈദിക വൃത്തിയാണോ? സീറോ മലബാർ സഭയുടെ സമ്പൂർണ്ണ സിനഡും അതുപോലെ മേജർ ആർച്ച് ബിഷപ്പും ആഹ്വാനം ചെയ്തിട്ടും അതിലൊന്നും നിലനിൽക്കാതെ, അതിലൊന്നും അനുസരണ കാണിക്കാതെ ഇത് തുടർച്ചയായി അനുസരണക്കേട് കാട്ടിയപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ തന്നെ നേരിട്ട് വീഡിയോ സന്ദേശം വഴി ഈ വൈദികരോടും ഇവരോട് കൂടെ ചേർന്നിട്ടുള്ള അൽമായരോടും അനുസരിക്കാൻ പറഞ്ഞിട്ടും അനുസരണക്കേട് കാട്ടി വീണ്ടും ശീശ്മയിൽ തുടരുന്ന ഈ വൈദികരുടെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി അച്ഛന് ഉള്ള അഭിപ്രായം എന്ന് പറയാമോ? വിശ്വാസികളുടെ സംശയങ്ങൾക്കും ആകുലതകൾക്കും അതൊരു പരിഹാരമാകുന്ന വിധയിൽ ഉപകരിക്കുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ മറുപടിക്ക്. വളരെ മോശമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലും എറണാകുളം അതിരൂപതയിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. 2021 ഏകീകൃത കുർബാന എല്ലാ രൂപതയിലും നടപ്പിലാക്കണമെന്ന് സീറോ മലബാർ സിനഡ് തീരുമാനിച്ചത്. എറണാകുളം അതിരൂപതയിൽ നടപ്പിലായില്ല. ഇപ്പം എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കാൻ ശ്രമം തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു അതിരൂപതയിൽ ഇത് പരാജയപ്പെടുന്നത് എന്നത് അതിശയകരമാണ്. മാർപ്പാപ്പയെ ഇടപെടുത്തി, മാർപ്പാപ്പ നേരിട്ട് എഴുതി 2 പ്രാവശ്യമെങ്കിലും. പിന്നെ മാർപ്പാപ്പ വീഡിയോ സന്ദേശം അയച്ചു. വളരെ അപൂർവമായൊരു കാര്യമാണ്. എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശം അയക്കുക. അതിനെ തുടർന്ന് 2023 ഡിസംബർ 25 മുതൽ എല്ലാവരും ഈ ഏകീകൃത കുർബാന അർപ്പിക്കണം, എറണാകുളം അതിരൂപതയിൽ അർപ്പിക്കണം എന്ന് പറഞ്ഞ് 49 മെത്രാന്മാർ ഒപ്പിട്ട സർക്കുലർ ഇറക്കി. 49 മെത്രാന്മാരും ആവശ്യപ്പെട്ടു മാർപ്പാപ്പയുടെ ആവശ്യത്തെ തുടർന്ന്. എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ നടപ്പിലായില്ല എന്നുള്ള വലിയൊരു സമസ്യയാണ് കേട്ടോ. എൻ്റെ നോട്ടത്തിൽ ഈ മെത്രാന്മാർ ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടില്ലെന്നാണ്. ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. എൻ്റെ ഒരു വീക്ഷണത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ മെത്രാന്മാർ വെറുതെ പന്ത് തട്ടി കളിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കും. മേജർ ആർച്ച് ബിഷപ്പ് പറയാൻ വിഷമമുണ്ട് കേട്ടോ, എന്നാലും മേജർ ആർച്ച് ബിഷപ്പ് അടക്കം പന്ത് തട്ടുകയാണ്. വേറൊരാളുടെ കോട്ടിലേക്ക് ഇട്ട് കൊടുക്കും, ആള് തട്ടും. ഇപ്പം അവസാനം ഈ പന്ത് ജോസഫ് പാംപ്ലാനി പിതാവിൻ്റെ കോട്ടിലാണ്. അവിടെയും വളരെ സങ്കടകരമായ കാര്യം, അദ്ദേഹം ഈ കളി വിജയിപ്പിക്കണം, സിനഡിൻ്റെ തീരുമാനം നടപ്പിലാക്കണം, മാർപ്പാപ്പയുടെ ഇച്ഛ നടപ്പിലാക്കണം എന്നൊന്നും അദ്ദേഹത്തിനുണ്ടോ തോന്നുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പലരും പറയുന്നത് എന്താണ്, അദ്ദേഹം വിമതന്മാർക്ക് വേണ്ടി കളം ഒരുക്കുകയാണ്. ഗോൾ പോസ്റ്റിൽ നിന്ന് മറ്റെല്ലാവരെയും നീക്കി വിമതന്മാർ വളരെ സ്വതന്ത്രമായിട്ട് ഗോൾ അടിച്ചോട്ടെ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പോകുന്നത്. നമ്മുടെ വിശ്വാസികൾക്ക് ഏറ്റവും ഖേദകരമായ ഒരു സാഹചര്യമാണത്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ മുമ്പും ആവർത്തിച്ചിട്ടുണ്ടത്, ഇതെന്ന് തീരുമെന്ന് പറയാൻ പറ്റാത്ത വിധം അത്രമാത്രം വഷളായ ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, മെത്രാന്മാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. വെറുതെ ആളുകളെ രംഗത്തിറക്കിയിട്ട് ആളുകൾ രംഗത്തിറങ്ങിയാൽ രംഗം മോശമാകും എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിശ്വാസികൾ അരമയിൽ ചെന്ന് പാമ്പ്ലാനി പിതാവിനെ വളഞ്ഞ് സംസാരിച്ചത്. ഈ ഒരു പരിധി വിട്ടാൽ ആളുകൾക്ക് ക്ഷമ നശിക്കും. അവർ വികാരങ്ങൾ ഒരുപക്ഷെ പുറത്തേക്ക് ചാടും നിയന്ത്രണമില്ലാതെ. അതിൽ ഓർത്ത് പിന്നെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ നോക്കണം. ആളുകളെ കണക്കറ്റ് ഇങ്ങനെ വിഷമിപ്പിക്കരുത്, നിരാശപ്പെടുത്തരുത്.
എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? സിനഡ് തീരുമാനിച്ച കാര്യം നടപ്പിലാക്കണം, മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് നടപ്പിലാക്കണം, സഭയുടെ പൊതുവായ തീരുമാനത്തോട് ചേർന്ന് പോകണം. എറണാകുളം അതിരൂപതയ്ക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക നിലപാടെടുക്കാൻ പാടില്ല. ഇതൊക്കെ ഇത്രമാത്രമേ നമ്മുടെ ആത്മായ വിശ്വാസികൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നിറവേറ്റി കൊടുക്കാൻ നമ്മുടെ പിതാക്കന്മാർ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് എന്നുള്ളൊരു ദുരൂഹമായ സ്ഥിതിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പന്ത് തട്ടിക്കളി അവസാനിപ്പിച്ച് നിർണായകമായ, നിശ്ചിതമായ അല്ലെങ്കിൽ ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ ഒരു ദിവസം ഏകീകൃതം, വേറെ ദിവസം നിയമവിരുദ്ധമായ കുർബാന, അങ്ങനെയൊക്കെ ഈ സ്ഥിതിയെ കൂടുതൽ വഷളാക്കാൻ പാടില്ല. സിനഡ് തീരുമാനിച്ച കുർബാനയെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യണം. അതിന് എതിര് നിൽക്കുന്ന ഒരു ചെറിയൊരു ശതമാനമാണ്. അവരെ പേടിച്ച് ഈ സഭയെ മുഴുവനും ഇങ്ങനെ വല്ലാത്ത ഒരു സ്ഥിതിയിലാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല അച്ഛാ, 3-4 വർഷങ്ങളായി നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം ആരംഭിച്ചിട്ട് ഇതുവരെ സഭയെടുത്ത തീരുമാനപ്രകാരമുള്ള പരിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് നൽകാൻ സഭാ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഇത് പരിഹരിക്കേണ്ട സഭാ നേതൃത്വം ഓരോരുത്തരും മാറി മാറി വന്നിട്ടും, ആദ്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് വന്നു, അതിനുശേഷം ബോസ്കോ പുത്തൂർ പിതാവ് വന്നു, അതിനുശേഷം ഇപ്പോൾ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് വന്നിട്ടും, ഓരോരുത്തരും മാറി മാറി വന്നിട്ടും ഇവരെല്ലാം വിമതർക്ക് അല്ലെങ്കിൽ സഭാ വിരുദ്ധത പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ വിധത്തിൽ ഒത്താശ ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കണം എന്ന് പറയുകയും അവരോടൊപ്പം ആയിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവരുടെ പ്രവൃത്തിയും നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണ്. ബോസ്കോ പിതാവ് അവസാന കാലഘട്ടത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചു വന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നിലവന്നപ്പോഴാണ് ഈ ബോസ്കോ പിതാവിനെ അവരെല്ലാം സഭാ നേതൃത്വം മാറ്റിയത്. അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നു, രാജിവെച്ചു. ആ സ്ഥാനത്തേക്ക് വരുന്നത് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. ജോസഫ് പാമ്പ്ലാനി പിതാവട്ടെ, സഭ കൽപ്പിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കേണ്ടതിന് പകരം ഒരു സമവായ ഫോർമുലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ക്രിസ്തുവിന് ഒരു ബലി മാത്രം അർപ്പിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ചപ്പോൾ സമവായം എന്നൊരു പേര് പോലും ബൈബിളിലോ അല്ലെങ്കിൽ കുർബാന വിഷയങ്ങളിലോ ആരാധനക്രമത്തിലോ എവിടെയും ഇല്ലാത്ത ഒരു സമവായം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അതൊരിക്കലും സാധിക്കില്ല എന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാം. ഇതിനെക്കുറിച്ച് അച്ഛന്റെ നിലപാട് എന്താണ്? ഒരു അൾത്താരയിൽ, ഒരേ ബലിവേദിയിൽ 2 ബലി അതെങ്ങനെ സംഭവിക്കും? അതെങ്ങനെ അർപ്പിക്കാൻ പറ്റും? ഈ ചോദ്യത്തിന്റെ സാരം ഇതാണ്. എന്താണ് പാമ്പ്ലാനി പിതാവിന്റെ മാൻഡേറ്റ്? എന്ത് ദൗത്യമാണ് സിനഡ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ദൗത്യം, അദ്ദേഹത്തിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് എറണാകുളം അതിരൂപതയിൽ സിനഡ് കുർബാന നടപ്പിലാക്കുക എന്നാണ്. അതല്ലാതെ ഇല്ലിസിറ്റായി സിനഡ് പ്രഖ്യാപിച്ച കുർബാന ആയും കൂടി നിയമാനുസൃതമാക്കാം അല്ലെങ്കിൽ ആക്കണം, അല്ലെങ്കിൽ ആക്കിക്കോ എന്നുള്ള ഒരു മാൻഡേറ്റ് അദ്ദേഹത്തിന് ഇല്ല എന്ന് എനിക്ക് തോന്നണേ. അദ്ദേഹം എല്ലാ പ്രകാരത്തിലും ശ്രമിക്കേണ്ടത് ഈ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാനക്രമം എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കുകയാണ്. അതിന് വിരുദ്ധമായി ചെയ്യുകയല്ല വേണ്ടത്. ഇല്ലിസിറ്റ് കുർബാനയും നിങ്ങൾ ചൊല്ലിക്കോ എന്നുള്ള വളരെ അഴകുഴമ്പൻ നിലപാട് എടുക്കാൻ പാടില്ല. ആരോട് ഒരു മെത്രാനും എടുക്കാൻ പാടില്ല എനിക്ക് തോന്നണേ. എൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നറിയാമോ? ഇന്ന് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അടുത്ത രൂപതയിലും ഇങ്ങനെ, ഈ പാമ്പ്ലാനി പിതാവിൻ്റെ തലശ്ശേരി അതിരൂപതയിലും ഞങ്ങൾക്കും ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു കുർബാനയെങ്കിലും ജനാഭിമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും പാമ്പ്ലാനി പിതാവിൻ്റെ പ്രതികരണം? അപ്പം അതുകൊണ്ട് ഇത് ഈ സമവായം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സമവായം എന്ന് പറയുന്നത് തീർത്തും അസ്ഥാനത്താണ്. അങ്ങനെ ഒരു സമവായത്തിന് യാതൊരു ആവശ്യമില്ല. നടപ്പിലാക്കാൻ പറ്റും കേട്ടോ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. ഈ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും എല്ലാം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ ഇവിടെ സിനഡ് കുർബാന നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെ നടപ്പിലാക്കണം എന്നാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. എല്ലാവരും രംഗത്തിറങ്ങി ഇതുപോലെ അരമന വളയാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇല്ലെങ്കിലും അവരുടെ ആഗ്രഹം അതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ അവിടെ നടന്ന കാര്യം പറഞ്ഞു. അരമനയിൽ അവിടെ
പിതാവിനെ വളഞ്ഞു. അത്രയ്ക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളും അവിടെ നടന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല എന്തൊക്കെ അവിടെ നടന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. അതിൽ പങ്കെടുത്ത ഒരാൾ എന്നെ വിളിച്ചു പിറ്റേ ദിവസം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് ഫോണിൽ കൂടി ഇന്ന് കുമ്പസാരിക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ വ്യക്തിപരമായിട്ട് അവിടെ എന്തെങ്കിലും മോശമായി പെരുമാറിയെന്ന് എനിക്ക് അങ്ങനെ അധികം സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നണേ. എങ്കിലും പിതാവിനോടൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നുള്ള വലിയ ഖേദം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യമൊക്കെ കാല് പിടിച്ചു പറഞ്ഞു, അപ്പോൾ അനുകൂലമല്ലാത്ത പ്രതികരണം വന്നപ്പോഴാണ് എനിക്കെന്നല്ല എല്ലാവർക്കും വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വന്ന് അവർ രോഷാകുലരായത്. അപ്പം ഞാൻ പറഞ്ഞ ഈ വിശ്വാസികളുടെ വികാരം കൂടി കണക്കിലെടുത്തിട്ട് വേണം പാമ്പ്ളാനി പിതാവ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ. അല്ലെങ്കിൽ അവരെ കണക്കിലെടുക്കാതെ ഒരു വിഭാഗം, വളരെ ചെറിയൊരു വിഭാഗം ആളുകളെ, കുറേ അച്ഛന്മാരെയും മാത്രം പീഡിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പിതാവ് ഒരിക്കലും ധരിക്കരുത് എന്നാണ് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത്. മാത്രമല്ല, വിശ്വാസികൾ മുമ്പൊക്കെ പിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും എളിമയോടെ ശിരസാ വഹിച്ചിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും സഭാസിനഡും അംഗീകരിച്ച വളരെയധികം പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷം നടപ്പിലാക്കിയ ഏകീകൃത കുർബാന വിശ്വാസികൾക്ക് ലഭിക്കാതിരിക്കാൻ വൈദികർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പല വിശ്വാസികളും ചോദിക്കുന്നത് കേട്ട് മറ്റുള്ള എല്ലാ രൂപതകളിലും ലഭിക്കുന്ന പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് മാത്രം ലഭിക്കാതിരിക്കാൻ ഞങ്ങളെന്താ രണ്ടാം കുടിയിലെ മക്കളാണോ എന്ന്. ഇപ്പോൾ പാമ്പ്ളാനി പിതാവ് പിന്നെയും സഭ നിരോധിച്ച കുർബാന, അതിൽ പങ്കെടുത്താൽ ഞായറാഴ്ച കടം മാറില്ല എന്ന് സഭ കൽപ്പിച്ച അതേ കുർബാനയെ സമവായത്തിന്റെ പേരിൽ പിന്നെയും നിയമാനുസൃതമാക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായല്ലേ അനുഭവപ്പെടുന്നത്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ചെന്ന വിശ്വാസികൾ ഒരുപാട് ക്ഷമിച്ച് സഹിച്ച് ഈ കുർബാനയ്ക്ക് വേണ്ടി 3-4 വർഷം സ്വന്തം ഉപജീവന മാർഗം ഉപേക്ഷിച്ച് ഈ സഭയ്ക്ക് വേണ്ടി, അവരുടെ തലമുറയ്ക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സഭാ വിരുദ്ധത പ്രവർത്തിക്കുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ സഭാവിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ സഭാവിരുദ്ധരെന്ന, സഭാ സ്നേഹികൾ എന്ന വ്യാജേന എന്നും പറഞ്ഞ് മീഡിയ കമ്മീഷനിൽ പറഞ്ഞ് അദ്ദേഹം സർക്കുലർ ഇറക്കി വിശ്വാസികളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ക്രിസ്തുവിനെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അച്ഛന്റെ വിലയേറിയ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്ന നമ്മുടെ സാധാരണ ജനം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛന്മാർക്ക് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല, കുറേ അച്ഛന്മാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ആത്മായർ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ ഇനിയും കൂടുതലായിട്ട് രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ കുർബാന നടപ്പിലാക്കാൻ ഈ പിതാക്കന്മാർ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവർ ചെയ്യേണ്ടത്, അവർക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ദയവായിട്ട് എറണാകുളം അതിരൂപതയുടെ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കുക. പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുക. സ്ഥലം കാലിയാക്കുക, പച്ച മലയാളത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ കുർബാന ഇവിടുത്തെ വിശ്വാസികളിലൂടെ നടപ്പിലാക്കിക്കൊള്ളും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, അതിനുള്ള ബോധ്യമുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പിന്നെ ഇവിടെ ഒരു കുരിയുണ്ട്, ഇപ്പോൾ ഇതിന് അനുകൂലമായി നിൽക്കുന്ന കുരിയുണ്ട്. അവർ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളും. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇപ്പം ഈ വിമതന്മാരുടെ താല്പര്യം പരിഗണിച്ച് അവരൊക്കെ പിരിച്ചുവിട്ട് എന്തായിരിക്കും സ്ഥിതി? എനിക്കറിയാവുന്നിടത്തോളം വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ അറിയുന്നത് ഈ കുരിയ മാറ്റുക എന്നുള്ളതൊരു അടവ് നയം മാത്രമാണ്. കുരിയ മാറ്റി അവരുടെ ആൾക്കാരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കുർബാന ചൊല്ലുകയില്ല, അർപ്പിക്കുകയില്ല എന്ന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ സംസാരമുണ്ട്. ഞങ്ങളും ചൊല്ലാൻ പോകുന്നില്ലെന്ന്. അപ്പം ഈ കുർബാനയുടെ ഈ ഇത് കാണിച്ചിട്ട് ചൂണ്ടയിട്ടിട്ട് ഈ അധികാരം മാറ്റം നടക്കണം, അധികാരം പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശം മാത്രമേ ഇവിടുത്തെ വിമതന്മാർക്കുള്ളൂ. അതിൽ പാമ്പ്ളാനി പിതാവ് ആ കെണിയിൽ വീഴരുത് എന്നാണ് ശക്തമായിട്ട് പറയാനുള്ളത്. പിതാക്കന്മാരൊക്കെ മാറി നിന്നോട്ടെ,
ഈ കുര്യ നടത്തിക്കോളും. പിന്നെ വിശ്വാസികളും ഇവിടെ കുർബാന നടപ്പിലാക്കിക്കൊള്ളും. വേണ്ടി വന്നാൽ ഈ കുര്യ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക, ഈ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെയൊക്കെ ചേർത്ത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുക എന്നല്ലാതെ അവരെ മാറ്റേണ്ട യാതൊരു കാര്യമില്ല. ഈ ബിംബന്മാർക്കൊന്നും വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. കുർബാന ഇവിടെ നടപ്പിലാക്കിക്കൊള്ളും. ഞാൻ വീണ്ടും പറയുന്നു, അഭിമന്യ പിതാക്കന്മാരോട് എല്ലാ ബഹുമാനവും വെച്ച് അവർ ദയവായിട്ട് ഈ അതിരൂപത കാര്യങ്ങളിൽ കൈയിടാതിരിക്കുക, മാറി നിൽക്കുക. എല്ലാവരും പരോക്ഷമായിട്ട് ഈ അച്ഛന്മാരെ കിളക്കി വിടരുത്. അങ്ങനെയാണെങ്കിൽ നിഷ്പ്രയാസം ഈ കുർബാന ഇവിടെ നടപ്പിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛാ, ഒരുപാട് തിരക്കിനിടയിലും ഇത്രയും സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന ആത്മീയ ഉപദേശം നൽകുകയും ചെയ്ത അച്ഛനോട് പ്രത്യേകം നന്ദി പറയുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കുകയാണ്. ഏകീകൃത വിശുദ്ധ കുർബാന 34 രൂപതയിലും നടപ്പിലായി. അവിടെയൊന്നും വിശ്വാസികൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരു കുഴപ്പവുമില്ല. എല്ലാ രൂപതയിലും വളരെ സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ബലി അർപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എറണാകുളം രൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാകാൻ എന്ത് മാർഗമാണ് അവലംബിക്കേണ്ടതെന്ന് അച്ഛനിലൂടെ ഒരു എളിയ ഉപദേശം നൽകാൻ സാധിക്കുമോ? ഇപ്പം നമ്മുടെ എറണാകുളം അതിരൂപതയിൽ എനിക്കൊരു 5-8 കൊല്ലമായി. ആദ്യം ഭൂമി വിവാദമായിരുന്നു, പിന്നെയാണ് ഈ കുർബാന പ്രശ്നം. ഈ 5-8 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ എന്ത് പറയണേ, വളരെ ലൗകികമായ ചിന്താഗതിയോടും തന്ത്രങ്ങളോടുകൂടി ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ വിശ്വാസികൾ വെറുതെ എന്താ അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ അവിടെ നടക്കുന്നതെന്ന്. ഞാനൊരു കാര്യം പറയാം. അന്ന് മുതൽ ഇവിടുത്തെ വിശ്വാസം, സാധാരണ വിശ്വാസികളുടെ വിശ്വാസം, സഭയോടുള്ള താല്പര്യം ഒന്നൊന്നായി കുറഞ്ഞു വരികയാണ്. അതൊന്നൊന്നായി കുറഞ്ഞു വരികയാണ് ഇപ്പോഴും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ, കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, കുട്ടികൾക്ക് പള്ളിയിൽ വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സിൽ വരാൻ താല്പര്യമില്ല. അങ്ങനെയല്ലേ അവിടെ എന്താ നടക്കുന്നത് എന്ന് കുട്ടികൾ തങ്ങളുടെ അമ്മയോടും അപ്പനോടും ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനവിടെ പോയിട്ട്? അപ്പം അങ്ങനെ കുട്ടികളെയൊക്കെ സഭയിൽ നിന്ന് അകറ്റുന്ന ആളുകളെ, വിശ്വാസികളെ പള്ളിയിൽ നിന്നും സഭയിൽ നിന്നും അകറ്റുന്ന ഒരു പരിപാടിയാണ് ഈ സഭയിൽ, ഈ എറണാകുളം അതിരൂപതയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 5-8 വർഷമായിട്ട് നടക്കുന്നത്. അപ്പം ആത്മീയതയുടെ സ്ഥാനം കുറഞ്ഞു വരികയാണ്. നമ്മളെ വൈദികരുടെയൊക്കെ പ്രതികരണം നോക്കി ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതെന്തെങ്കിലും ആത്മീയതയുടെ സ്പർശമുണ്ടോ? ഏറ്റവും ഭൗതികമായിട്ട് ചിന്തിക്കുന്നത് അക്രമത്തിന് അക്രമം, ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ കാല് തല്ലി ഓടിക്കും, ഇതൊക്കെയാണ് പ്രതികരണം. ഇതാണോ വിശ്വാസത്തിൻ്റെ രീതി? അപ്പോൾ വളരെ മോശമായ ഒരു സ്ത്രീയാണിത്. ആത്മീയത കാണെ കുറഞ്ഞു വരികയാണ്. എറണാകുളം അതിരൂപത ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞ ഒരു വിശ്വാസ കേന്ദ്രമായിട്ട് ആരെങ്കിലും പറയുമോ? അവിടെ സത്യാഗ്രഹ സമരം, വെപ്പും കുടിയും സമരം, എന്തെല്ലാം സമരങ്ങളാണ് അവിടെ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം വളരെ സീനിയറായിട്ടുള്ള ഒരു അച്ഛനുമായിട്ട് സംസാരിക്കേണ്ടത്, വളരെ സീനിയറാണ്. ആ അച്ഛൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു ആ അച്ഛൻ അവിടെ കുരിയിലും ആവശ്യപ്പെട്ടു എന്ന് തോന്നുന്നത് ഈ അതിരൂപത ആസ്ഥാനം ഒന്ന് വെഞ്ചിരിക്കണമെന്ന് അച്ഛൻ പറയണത്. ഒന്ന് അവിടെ പൈശാചിക ശക്തികൾ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ അവിടെ സാന്നിധ്യം, പൈശാചിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഇത് വെഞ്ചിരിക്കണമെന്ന് അച്ഛൻ പറയുന്നത് പലപ്പോഴായി ആവശ്യപ്പെടുന്നു. അങ്ങനെ പൈശാചികതയുടെ ഒരു വിളനിലമായി അതിരൂപത ആസ്ഥാനം മാറിയെന്നാണ് ഒരു പക്ഷത്തിൻ്റെ എങ്കിലും ഒരു നിലപാട്. എന്തായാലും ആത്മീയതയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നതിന് യാതൊരു സംശയമില്ല.